Hello friends. Even small things matters in pronunciation. നമ്മൾ ചെറിയ കാര്യങ്ങൾ വരെ പ്രൊനൗൺസിയേഷനിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടർഫുൾ ആയിട്ട് സ്പീക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കോൺട്രാക്ഷൻ വേർഡ്സ് ചിലതിൻ്റെയെങ്കിലും പ്രൊനൗൺസിയേഷൻ എങ്ങനെ പ്രോപ്പറായിട്ട് പറഞ്ഞാൽ നമുക്കൊരു പോളിഷ് സ്റ്റൈൽ ഓഫ് സ്പീക്കിംഗ് കിട്ടുമെന്നാണ് നോക്കാൻ പോകുന്നത്. അതിനു മുന്നേ എന്താണ് കോൺട്രാക്ഷൻ വേർഡ്സ്? ഇതിനു മുന്നേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. കോൺട്രാക്ഷൻ വേർഡ്സ് എന്ന് പറയുന്നത് രണ്ട് വേർഡ്സിനെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ട് നമ്മൾ എങ്ങനെ പറയുന്നു എന്നുള്ളതാണ്. ആ നെയിമിൽ പറയുന്ന പോലെ ഇറ്റ് ഗെറ്റ്സ് കോൺട്രാക്റ്റഡ്. അപ്പോൾ ഞാൻ കുറച്ച് എക്സാമ്പിൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഈസ് നോട്ട് കോൺട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാവും? isn't, did not, didn't, cannot, can't, are not, aren't, she will, she will. ഓക്കെ, ഇതിൻ്റെ ഒരു രസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എപ്പോഴും ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് ചിലപ്പോഴെങ്കിലും യൂസ് ചെയ്യുന്ന ഒരു സ്റ്റൈൽ എന്തായിരിക്കും? ഈസ് നോട്ട് എന്ന് പറയുന്നത് ഈസിൻറ്റ് എന്നായിരിക്കും പറയുന്നത്. ഡിഡ് നോട്ട് എന്നുള്ളതോ ഡിഡിൻറ്റ്. ആ ച സൗണ്ടൊക്കെ നമുക്ക് അവസാനം നന്നായിട്ട് കേൾക്കാൻ പറ്റും. കനോട്ട് എന്നുള്ളത് കാൺട്ട്. ആർ നോട്ട് എന്നുള്ളത് ആറിൻറ്റ്. ഷീ വിൽ എന്നൊക്കെ ഉള്ളത് ഷീ വിൽ എന്ന് തന്നെ ചിലപ്പോൾ പറഞ്ഞു പോകും. നമ്മളിത് എഴുതുമ്പോഴായിരിക്കാം ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മളിത് കുറച്ചുകൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്യൂട്ടിഫുൾ പ്രൊനൗൺസിയേഷൻ സ്റ്റൈൽ കിട്ടും. അതെങ്ങനെയാണെന്നുള്ളത് കുറച്ച് വേർഡ്സ് എഴുതിയിട്ടിട്ട് നമുക്ക് നോക്കാം. സോ ഇപ്പം നമുക്ക് ബോർഡിൽ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. ഈ എക്സാമ്പിൾസ് വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പ്രൊനൗൺസിയേഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. ലൈക്ക് ഡിഡൻറ്റ് എന്നായിരിക്കും നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യുമ്പോഴും ഐ ഡിഡൻറ്റ് ഡു ദാറ്റ് എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ അതിനെ കുറച്ചുകൂടി എങ്ങനെ നന്നായിട്ട് പ്രൊനൗൺസ് ചെയ്ത് പറയും? ഈ ഡിഡൻറ്റ് എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ പറയാം? ഡിൻ. ഐ ഡിഡൻറ്റ് ഡു ദാറ്റ് എന്ന് പറയുന്നതാണോ ഐ ഡിഡ്ന്റ് ഡു ദാറ്റ് എന്ന് പറയുമ്പോഴായിരിക്കുമോ ഭംഗി? അപ്പോൾ ഏതാണ് കുറച്ചുകൂടി ഒരു നല്ല സ്റ്റൈൽ നിങ്ങളുടെ സ്പീക്കിങ്ങിന് നൽകുന്നത്? ഇങ്ങനെ ഓരോ വേർഡ്സും എടുത്ത് നോക്കുക. ലൈക്ക് ഐ വിൽ അല്ല ഐൽ. ഐൽ ഡു ദാറ്റ്. ഐ വിൽ ഡു ദാറ്റ് എന്ന് പറയുന്നതും ഐൽ ഡു ദാറ്റ് എന്ന് പറയുന്നതും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങളൊന്ന് നോക്കൂ. ഹീ ഇസ് അതെങ്ങനെ പറയാം? ഹീ ഇസ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ മറ്റ് ഫോംസ് ലൈക്ക് ഹീ ഈസിന് പകരം ഷീ ഈസ് ആണെങ്കിലും എങ്ങനെ പറയും എന്നപ്പോൾ ഷീ ഈസ് ആകുമ്പോൾ എങ്ങനെയായിരിക്കും? ഷീ ഈസ്. ഹീ ഈസ്. ഹീ ഈസ് എ ഡോക്ടർ. ഹീ ഈസ് എ ഡോക്ടർ എന്ന് പറയുന്നതാണോ ഹീ ഈസ് എ ഡോക്ടർ എന്ന് പറയുമ്പോഴാണോ കുറച്ചുകൂടി ഭംഗി? സിമിലർലി ലുക്ക് അറ്റ് ദി അതർ വേർഡ്സ്. ഐ ഹാവ് എന്നുള്ളതിനെ നമുക്ക് ഷോർട്ടാക്കി ഐ ഹവ്. ഐ ഹവ് ബീൻ വർക്കിംഗ് ആസ് എ നേഴ്സ്. ഐ ഹാവ് ബീൻ വർക്കിംഗ് ആസ് എ നേഴ്സ് എന്ന് എടുത്തെടുത്ത് പറയുന്നതിനെക്കാട്ടിലും ഭംഗിയായിരിക്കും ഐ ഹവ് ബീൻ വർക്കിംഗ് ആസ് എ നേഴ്സ് എന്ന് പറയുമ്പോൾ. യു വുഡ് നോക്കൂ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഇറ്റ്സ് യൂത്ത്. യൂത്ത്. ഓക്കെ, ഡോണ്ട് അല്ല ഇറ്റ്സ് ഡോൺ. സോ ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് വേർഡ്. ഡോണ്ട് അല്ല ഡോൺ. ഐ ഡോണ്ട് ലൈക്ക് ചോക്ലേറ്റ്സ് എന്ന് പറയുന്നതിനേക്കാൾ ഭംഗിയായിരിക്കും ഐ ഡോണ്ട് ലൈക്ക് ചോക്ലേറ്റ്സ് എന്ന് പറയുമ്പോൾ. സോ അവിടെ ടേൺ ഒന്നും നമ്മൾ വലിയ ഒരു സ്ട്രെസ് കൊടുക്കുന്നില്ല. ലുക്ക് അറ്റ് ദിസ് വേർഡ്. യു ആർ എന്നുള്ളതാണ് യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അതപ്പോൾ നമ്മൾ കോൺട്രാക്ട് ചെയ്ത് യു ആർ എന്ന് സ്ട്രെസ് കൊടുക്കാതെ യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്. കുറച്ചുകൂടി എങ്ങനെ ഭംഗിയായിട്ട് പറയാം? യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്. യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഓക്കെ, വി ആർ കോൺട്രാക്ട് ചെയ്ത് കഴിയുമ്പം വി ആർ ഗുഡ് ഫ്രണ്ട്സ്. വി ആർ ഗുഡ് ഫ്രണ്ട്സ്. ഓക്കെ, ഐ വുഡ് അല്ലെങ്കിൽ ഐ ഹാഡിൻ്റെ കോൺട്രാക്റ്റഡ് ഫോമാണിത്. സോ അവിടെ നമ്മൾ ഐ ഹാഡ് ഐ വുഡ് എന്ന് പറയുന്ന പകരം ആയത്. യു ഹാവ് you've. We have we've. We have a red car. We have a red car. We have a red car ആണോ we have a red car ഏതായിരിക്കും ഭംഗി? Similarly the final word they'll pay the bill. So നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ പഠിച്ച ഓരോ വേർഡ്സ് വെച്ചിട്ടും ഓരോ സെൻറ്റൻസ് ഒന്ന് ഉണ്ടാക്കി പറഞ്ഞു നോക്കുക. നമ്മൾ എന്തൊരു കാര്യവും അത് പഠിച്ചിട്ട് അത് പറഞ്ഞു നോക്കുമ്പോഴായിരിക്കും ഒന്നുകൂടെ നമ്മളുടെ മനസ്സിൽ രജിസ്റ്റർ ആവുന്നത്. സോ നിങ്ങൾ അങ്ങനെയൊന്ന് നോക്കൂ. ഇത് കൂടാതെ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന വേർഡ്സ് കോമൻറ്റ് സെക്ഷനിൽ കോമൻറ്റ് ചെയ്യുക. സോ ഫോർ മോർ വീഡിയോസ് ഫോളോ ടിജൂസ് അക്കാഡമി. ഉറപ്പാണ് വിജയം.